ഹലോ ഫ്രണ്ട്സ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ആണ് ഞാൻ കാണിക്കുന്നത്. ഇന്നെനിക്ക് ഡ്യൂട്ടി ഉള്ളൊരു ദിവസമാണ്, ഓഫൊന്നുമല്ല. അപ്പോൾ രാവിലെ തന്നെ നോക്കുമ്പോൾ ഇന്ന് മഴയില്ല. ഓരോരോ ദിവസം ഓരോരോ കാലാവസ്ഥയാണ്. ഇന്ന് മഴയാണെങ്കിൽ നാളെ വെയിൽ, നാളെ വെയിലാണെങ്കിൽ മറ്റന്നാൾ മഴ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ പഴം പുഴുങ്ങിയതാണ്. ഈ ഒരു പഴം തിന്നിട്ടുണ്ടെങ്കിൽ തന്നെ വയറും നിറയും. അപ്പം ഞാൻ ആ ഒരു പഴം തിന്നാൻ വേണ്ടിയിട്ട് ടി വി ഒക്കെ ഓണാക്കി വെച്ചു കേട്ടോ. അപ്പം ടി വിയിൽ നമ്മുടെ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വെള്ളിമൂങ്ങ സിനിമയാണ്. ഞാൻ 1500 വട്ടത്തിന് മേളിൽ കണ്ടിട്ടുള്ള സിനിമയാണ്. എന്നാലും ഇപ്പോഴും ഞാൻ കണ്ടാൽ ഇപ്പോഴും ആ സിനിമ ഞാൻ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് വെള്ളിമൂങ്ങ. അങ്ങനത്തെ കുറേ കോമഡി സിനിമകളൊക്കെ ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ചില സിനിമ നമുക്ക് ഭയങ്കര സങ്കടം വരുമല്ലോ. അപ്പം എനിക്ക് കോമഡി സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം വെള്ളിമൂങ്ങയ്ക്കകത്ത് ഒരു കാര്യം പറയുമ്പോൾ, ഞാൻ പണ്ടൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ വി ഐ പി റൂംസ് ഉണ്ടാവുമല്ലോ, VIP സ്യൂട്ട്, അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു റൂമിൽ ഒരു പേഷ്യൻ്റ് വന്ന്. അവരൊരു ആക്ട്രസ് ആയിരുന്നു. അപ്പം കന്നഡ ആക്ട്രസ്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു, പുള്ളിക്കാരിക്ക് വെള്ളിമൂങ്ങയിലേക്ക് ഒരു നമ്മുടെ അതിനകത്തെ നായികേൻ്റെ സ്ഥാനത്ത് പുള്ളിക്കാരിക്ക് ഒരു ഇത് വന്നതായിരുന്നു. പക്ഷേ പുള്ളിക്കാരിൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തത് കാരണം പുള്ളിക്കാരിക്ക് അതിനകത്ത് അഭിനയിക്കാൻ പറ്റിയില്ല എന്നൊക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ എപ്പോഴും ഞാൻ ആ ആക്ട്രസിനെ ഓർക്കും കേട്ടോ. ഇന്നെനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ. വൈകുന്നേരമാണ് എനിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടത്. അപ്പം അത്രയും സമയം എനിക്കുണ്ട്. അപ്പോൾ ഇന്ന് നല്ലോണം റെസ്റ്റ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചോറും കറിയൊക്കെ ഉണ്ട്, ചൂടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഞാനിത് കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് ഉല്ലസിച്ച് കുറേ പഴം പുഴുങ്ങിയത് തിന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇനി എനിക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങണം. അപ്പോൾ ഞാൻ പ്രകൃതി ഭംഗിയൊക്കെ ഇടയ്ക്ക് ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോൾ പഴത്തിൻ്റെ കൂടെ നമുക്കൊരു ഗ്ലാസ് ചായ, ഞാനൊരു ചായ അഡിക്റ്റാണ്. അപ്പോൾ ചായ കുടിച്ചാലേ എനിക്കൊരു ഉന്മേഷമുള്ളൂ. അപ്പോൾ രാവിലെ ഒരു ചായ, ഡ്യൂട്ടീൻ്റെ സമയത്തൊക്കെ എനിക്ക് ഇടയ്ക്കൊരു ചായ കുടിക്കണം, സമയം ഉണ്ടെങ്കിൽ കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഒന്ന് ചിന്തിക്കാൻ പോലെയുള്ള നേരം, ചായനെക്കുറിച്ച് ഓർക്കാൻ പോലെയുള്ള നേരം കിട്ടൂല. അങ്ങനെ ഒരു നേരം കിട്ടിയാൽ ഡ്യൂട്ടീൻ്റെ ഇടയ്ക്കും നമ്മൾ ചായ കുടിക്കും കേട്ടോ. ചായയിലാണ് നമ്മൾ പിടിച്ച് നിൽക്കുന്നത്. അപ്പം ചായ എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ആ ചായയും പഴം പുഴുങ്ങിയതും കൂടെ തിന്നിട്ട് വേണം നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെള്ളിമൂങ്ങ കണ്ടിട്ട് ഇത് തീർന്നിട്ട് പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ നേരം കണ്ടു കേട്ടോ. അങ്ങനെ ഏകദേശം തീരാറായപ്പോഴത്തേനും ഞാൻ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഈ പാട്ടൊക്കെ കണ്ട എന്നാ കോമഡി അല്ലേ. ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത് എനിക്ക് ബിജു മേനോൻ്റെ അഭിനയമൊക്കെ എന്ത് രസമല്ലേ, നാച്ചുറൽ ആയിട്ടുള്ള അഭിനയം. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലത്തെക്കുറിച്ചൊക്കെയാണ് കേട്ടോ. ഇരിക്കൂർ എന്ന് പറയുന്നത് എൻ്റെ വീടിനടുത്തുള്ളൊരു സ്ഥലമാണ്. പിന്നാലക്കോട് ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര, എനിക്കിതിപ്പോഴും കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം, ഇതുപോലത്തെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സിനിമ കാണലൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇടയ്ക്ക് ഞാൻ സമയം കിട്ടുമ്പോൾ വെറുതെ ചുമ്മാ പോയി പറമ്പിൽ ഒന്ന് നടന്നിട്ട് വരും. അത് നമുക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം മഴയില്ലാത്തത് കൊണ്ട് ഇന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാനൊരു രസമുണ്ട്. എന്ന് വെച്ചാൽ വെയിലും ഇല്ല, അപ്പം നല്ലൊരു രസമാണ്. അങ്ങനെ ഞാൻ കറങ്ങി പുറത്തൂടെയൊക്കെ ഒന്ന്, മുറ്റത്തൂടെയൊക്കെ ഒന്ന് കറങ്ങി വന്നിട്ട് തിരിച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നേഴ്സിങ്ങിൻ്റെ ഓട്ടോഗ്രാഫ് ഒന്ന് വായിക്കാമെന്ന്. എൻ്റെ ദൈവമേ, എനിക്ക് 2 ബുക്കാട്ടോ ഉള്ളത് ഓട്ടോഗ്രാഫായിട്ട് നേഴ്സിങ്ങിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാനെടുത്ത് വായിക്കും. വായിച്ചാൽ നമുക്കിങ്ങനെ സമയം കിട്ടുമ്പോഴല്ലേ നമുക്കിത് വായിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഓർത്തപ്പം ഞാൻ വേഗം എടുത്തു കേട്ടോ. ഇതൊക്കെ പാത്ത് വെച്ചേക്കുമായിരുന്നു. ഞാൻ ഇവിടെ ഈ പുതിയ വീട് വെച്ചപ്പോഴത്തേനും പഴയ വീട്ടിൽ നിന്ന് അമ്മയാണെങ്കിൽ ഇതെടുത്ത് വേറെ എവിടെയും കണ്ട് വെച്ചായിരുന്നു. അപ്പം അമ്മ അതിൻ്റെ പുറകിൽ അമ്മേൻ്റെതായ ചില എഴുത്തും കുത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ ഇത് അതൊന്നും എഴുതാനുള്ള സാധനമല്ല എന്ന് പറഞ്ഞിട്ട് ഞാനെടുത്ത് പാത്ത് വെച്ച് കേട്ടോ. അപ്പോൾ ഞാനിത് വളരെ ഭദ്രമായി വെച്ച സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന കേട്ടോ. ഇത് വായിച്ചാൽ അന്നേരം എനിക്ക് സങ്കടം വരും. കാരണം നമ്മുടെ പഴയകാല കോളേജ് ജീവിതമൊക്കെ ഞാൻ ഓർക്കും. ഞാൻ വിചാരിക്കും അന്ന് നമ്മൾ എങ്ങനെയെങ്കിലും എൻ്റെ ദൈവമേ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നായിരുന്നു
എൻ്റെ പ്രാർത്ഥന. എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും. പക്ഷേ ആണെങ്കിൽ അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാവുന്നത്. എന്ത് രസമായിരുന്നു, എന്തൊരു ആശ്വാസമായിരുന്നു അതും. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ എൻ്റെ പൊന്നെ അന്നേരം പഠിക്കുന്ന കാലം വല്ലതും മതിയായിരുന്നെന്ന്. അപ്പം ഞാനും കുറച്ച് ഓവറായി പോയി. ഇതിപ്പോൾ എന്നാ പറയണ്ടേ, നമ്മളിങ്ങനെ നമ്മുടെ ഈ കോളേജിലെ ഫ്രണ്ട്സ്, സ്കൂളിലെ ഫ്രണ്ട്സിനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും കാണാനൊക്കെ പറ്റും. നമ്മുടെ നാട്ടിലിടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കാണാമെന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ട്. പക്ഷേ നമ്മുടെ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ്, ഞാൻ നേഴ്സിംഗ് ആണല്ലോ പഠിച്ചത്. അപ്പം ഞാൻ കർണാടകയിലാണ് നേഴ്സിംഗ് പഠിച്ചത്. അപ്പം എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ കേരളത്തിൻ്റെ പല പല ഓരോ ജില്ലയിലാണ് ഉള്ളത്. അവരൊക്കെ വേറെ ഏതൊക്കെയൊക്കെയോ രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. കുറേ പേര് വേറെ ഏതൊക്കെയൊക്കെ രാജ്യങ്ങളിൽ, പിന്നെ കുറേ പേര് നാട്ടിൽ തന്നെ വേറെ ഏതൊക്കെയൊക്കെയോ ജില്ലയിൽ. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരെ പോലും ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി എപ്പം കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തുമില്ല. അപ്പോൾ ഇതൊക്കെ ഇത് മാത്രമാണ് നമുക്കുള്ളൊരു ഓർമ്മ. പിന്നെ എല്ലാവരും അവരുടേതായ തിരക്കുകളിലും, നമ്മൾ ഈ നേഴ്സിങ്ങിൻ്റെ ഒരിതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അത്രയും ഒരു എന്നാ പറയണ്ടേ, സ്ട്രെസ്ഫുൾ, ഭയങ്കര ഒരു ഇതുള്ള ലൈഫാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്നും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഓർക്കാൻ പോലും നമുക്ക് നേരം പോലും കിട്ടത്തില്ല. ഞാനൊക്കെ ഡ്യൂട്ടിക്ക് കയറിയാൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കാൻ, വേറെ കാര്യം ഓർക്കാൻ പോലും നമുക്ക് നേരം കിട്ടത്തില്ല. അപ്പം ഇനി ഇവരെയൊക്കെ ഒരിക്കലെങ്കിലും കാണാൻ പറ്റൂല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കും ഇനിയിപ്പോൾ ദൈവം നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ചിലരെയൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. അന്നത്തെ നമ്മുടെ ലൈഫ്, നമ്മൾ എൻജോയ് ചെയ്തത്, അവിടുത്തെ ഓരോരോ മെമ്മറീസൊക്കെ ഉണ്ട്. ഓരോരുത്തരൊക്കെ എനിക്ക് ലെറ്ററൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അത് ചില ജൂനിയേഴ്സും നമ്മുടെ സീനിയേഴ്സും ഒക്കെ, അവരെ ഇപ്പം നമ്മൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണുമ്പോൾ പോലെ നമ്മൾ ഓർക്കും നമ്മുടെ പഴയ കോളേജ് ലൈഫ്. അതൊക്കെ എൻ്റെ ദൈവമേ, അന്ന് ഞാനിങ്ങനെ നേരത്തെ ഒരു കൊച്ചു വരച്ച് കണ്ടില്ലേ, ഇങ്ങനെ ഭയങ്കര എല്ലും കോലുമായിരുന്നു ഞാൻ. അങ്ങനെ അതൊക്കെ ഓർക്കുമ്പോൾ ഞാനിങ്ങനെ ചിലരുടെ ഫോട്ടോയൊക്കെ കണ്ടു കേട്ടോ. അതൊക്കെ ഓർക്കുമ്പം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമമാണല്ലോ. ഞാൻ പക്ഷേ അങ്ങനെ ഫോൺ വിളിക്കാറുള്ള ഒരാളല്ല കേട്ടോ. ഞാൻ ഫോൺ അങ്ങനെ എന്നാ പറയണ്ടേ, കൂടുതലും ഞാനിങ്ങനെ മെസ്സേജ് അയക്കാറാണ് എനിക്കൊരു ഇത്. കാരണം ഫോൺ വിളിക്കുമ്പം നമ്മളൊക്കെ അറിയത്തില്ല, നമ്മൾ വിളിക്കുന്ന ആൾ പല പല സാഹചര്യത്തിലായിരിക്കും. ഇപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട്സിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ എല്ലാവരും വിചാരിക്കും, എന്നാൽ നിനക്ക് അത്രയ്ക്ക് വലിയതാണ്, ഫോൺ വിളിക്കത്തില്ലേ, അങ്ങനെയൊക്കെ. പക്ഷേ ആണെങ്കിൽ അവരുടെ എനിക്കറിയാം, എനിക്ക് ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തുന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. വീണ്ടും കിടക്കുന്നു, നമുക്ക് അത്രയും നമുക്ക് ടയേർഡായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിലായിരിക്കും. അപ്പം നമ്മൾ വിളിക്കുമ്പം അത് അവർക്ക് പറ്റുന്ന സമയമായിരിക്കത്തില്ല. അവർ തിരക്കിലാണെങ്കിലോ അവർക്ക് ബുദ്ധിമുട്ടായാലോ. അപ്പോൾ മെസ്സേജ് അയക്കുവാണെങ്കിൽ അവർക്ക് സമയമുള്ളപ്പോൾ അവർ നോക്കും, അവർ റിപ്ലൈ അയക്കും. അതൊക്കെയല്ലേ, അതാകുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചിലർക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ മെസ്സേജ് അയച്ചില്ലെങ്കിലും വിളിച്ചില്ലെങ്കിലും എന്താണെങ്കിലും ഇവരെയൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇവരെയൊന്നും മറക്കാനും പറ്റില്ല എനിക്ക്. സ്കൂൾ ലൈഫ് ഉണ്ടെങ്കിലും അത് നമ്മുടെ ഒരു ചെറു പ്രായത്തിലല്ലേ, നമുക്ക് 10ാം ക്ലാസ് വരെയുള്ള ഇതും അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലും എനിക്കെന്തോ ഈ കോളേജിലെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ അത്രയ്ക്കും എൻജോയ് ചെയ്ത, നമ്മൾ ഹോസ്റ്റലിലൊക്കെ ആണല്ലോ നിൽക്കുന്നതും. അപ്പോൾ അത്രയ്ക്കും എന്നാ പറയണ്ടേ, അടുത്ത് നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നു, ഒരുമിച്ച് പഠിക്കുന്നു, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ അടുത്തു നമ്മുടെ കോളേജിലെ ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഫ്രണ്ട്സാണ് കേട്ടോ. അത് ബാക്കി എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. എന്നാലും അങ്ങനെയല്ല, നമ്മൾ കുറച്ചും കൂടി അടുക്കുമല്ലോ ഒരുമിച്ചൊക്കെ ആകുമ്പോൾ. വിളിച്ചില്ലെങ്കിലും മെസ്സേജ് അയച്ചില്ലെങ്കിലും ഇവരെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ സംഭവം. ഞാനൊരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ ഞാൻ ഫോണെടുത്തൊരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അതിൽ അയാൾ ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ ബാഗിനകത്തൊരു ചോക്ലേറ്റ് ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ തപ്പിക്കൊണ്ട് വന്നതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനൊരു 3 എണ്ണമൊക്കെ അടുപ്പിച്ച് കഴിക്കും ഈ സാധനം. എന്താ ചെയ്യല്, ഓരോ ശീലങ്ങൾക്ക്. ഇത് കഴിക്കാൻ പോവാണ്, ഇതാണ് അടുത്ത പരിപാടി. പൊട്ടുന്നില്ല കേട്ടാ.
ഇത് ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിലുണ്ട് ഇത്. പിന്നെ എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ തീർന്നു പോയി. ഞാനാണ് മെയിനായിട്ട് അവിടുത്തെ മൊത്തം തീർത്തത്. നോക്കിയപ്പം കാണുന്നില്ല. ആ ചേട്ടൻ പറഞ്ഞത് അത് തീർന്നു പോയി. പിന്നെ ഞാൻ കുറേ ദിവസം നോക്കിയെങ്കിലും അവിടെ ഇല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ബസ്സിനായിരുന്നു വന്നത്. അന്നേരമാണ് ഒരു ടൗണിൽ നിന്ന് ഈ സാധനം അവിടുത്തെ ബേക്കറിയിൽ ഇരിക്കുന്നത്. ഞാൻ ഒട്ടും മടിച്ചില്ല, ഓടിപ്പോയി 3-4 മേടിച്ച്. അയ്യോ, ഇത് പൊട്ടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എൻ്റെ പൊന്നു ദൈവമേ, പൊട്ടിച്ച്. ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല, ഇങ്ങനത്തെ ഒരു സാധനമാണ്. പക്ഷെ എനിക്കിഷ്ടമാണ്. ഞാനവിടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഒരെണ്ണം കഴിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ ഒരു 3 കഴിച്ചു. നല്ല രസമുണ്ട് കേട്ടോ. ഞാനേ എന്നാ നമ്മുടെ ദിയ അവിടെ വീഡിയോ കണ്ടു കേട്ടോ. ഇപ്പം ഡെലിവറീൻ്റെയും കണ്ടു, ഡെലിവറീൻ്റെ കുറച്ച് ദിവസം മുമ്പേ കണ്ടു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേയോ അങ്ങനെ എന്തോ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതും ഇപ്പം കണ്ടു കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, എന്ത് രസമല്ലേ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതൊക്കെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെയും ഡെലിവറിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ഡെലിവറിക്ക് ഞാൻ എന്നൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ നാണക്കേടായിപ്പോയി. അതുപോലത്തെ പരിപാടിയായിരുന്നു ഞാൻ കാണിച്ചത്. കാറിക്കൂവി ആ നാട്ടിലുള്ള ആൾക്കാരെ ഞെട്ടിക്കാണും. അത്രയ്ക്കില്ലെങ്കിലും അമ്മ വരെ കേട്ടു. ലേബർ റൂമിൻ്റെ പുറത്തേക്കുന്ന അമ്മ വരെ അത്രയും ഇതായിട്ട് കേട്ടു. എൻ്റെ കാറിച്ച് അത്രയ്ക്കും ഇതുണ്ടായിരുന്നു. എൻ്റെ അമ്മയെ കണ്ണീന്ന് പൊന്നീച്ച പറക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. എനിക്ക് ആ അമ്മയെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നി കേട്ടോ. ആരെങ്കിലും ഒരാൾ അമ്മയോ ആരെങ്കിലും ഹസ്ബൻഡോ, ഇനിയിപ്പോൾ ഹസ്ബൻഡിനെ കേട്ടാൽ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മേനെങ്കിലും കയറ്റിയായിരുന്നെങ്കിൽ ഒന്ന്. ഞാൻ കുറേ പറഞ്ഞു എൻ്റെ അമ്മേനൊന്ന് കയറ്റുമോ, എൻ്റെ അമ്മേനൊന്ന് കയറ്റുമെന്ന്. പക്ഷേ കയറ്റൂല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി കേട്ടോ. ഇപ്പം കുറേ ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ICUവിൽ വരെ ആൾക്കാരെ കയറ്റും. ഇപ്പം റിലേറ്റീവ്സിനൊക്കെ കയറ്റും എന്ന് പറഞ്ഞിട്ട് ചില ഹോസ്പിറ്റലിലൊക്കെ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. ഇതൊക്കെ അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. എന്ത് രസമല്ലേ, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ദിയൊക്കെ ഭയങ്കര എന്താണ് ലക്കിയാണെന്ന് പറയാം. കാരണം ഇത്രയും സപ്പോർട്ടീവായ ഫാമിലി അല്ലേ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നൊരു സംഭവം ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും സപ്പോർട്ടീവായിട്ട് അമ്മ, അച്ഛൻ, ചേച്ചി, അനിയത്തി, റിലേറ്റീവ്സ് എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു. ഹസ്ബൻഡ് ഇരിക്കുന്നു. അടിപൊളി അല്ലേ, നല്ല രസം. അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒന്നും നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. എല്ലാവരും ഇപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാനിപ്പം അവരുടെ ആ ഒരു വീഡിയോയും കൂടെ കണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കല്ലാത്തപ്പോൾ ഇങ്ങനെ കാണാനൊരു സമയം കിട്ടാറില്ല. അങ്ങനെയല്ല, നമ്മൾ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് പിന്നെ നമ്മൾ വേറെ പരിപാടിക്ക് പോകും. അപ്പം അതിൻ്റെ ആ ഒരു ഇത് വിട്ടുപോകും. പിന്നെ അത് കാണാമെന്ന് വിചാരിക്കാൻ മറന്നു പോകും നമ്മൾ ആ ഒരു വിഷയം. ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇതൊക്കെ കണ്ടു കേട്ടോ. അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചോറിനുണ്ട് സമയമായി, ഉച്ചയായി. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമാകും. ഇന്നെന്താണെങ്കിലും മഴയൊന്നുമില്ല, വെയിലുമില്ല, ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. അടിപൊളിയാണ് കേട്ടോ. ഇപ്പം ഏകദേശം 12:45. നമുക്ക് 5 മണിയാകുമ്പോഴത്തേനും നമുക്ക് ടൗണിലെത്തണം, എന്നാലേ ബസ് കിട്ടുള്ളൂ. അപ്പം ഇന്നെൻ്റെ മുടിയൊന്ന് മുറിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. നേരത്തെ പോകാനുള്ള മൂഡിലാണ് ഞാനെങ്കിൽ ഇന്ന് മുടി മുറിക്കും, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ദിവസം മുറിക്കാൻ വിചാരിക്കുന്നു. കുറേ നാളായി, ഒരു 5-6 മാസമായി തോന്നുന്നു മുടി മുറിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ എലിവാല് പോലെയാണ് മുടിയിരിക്കുന്നത്. അപ്പം അത് പറ്റിയാൽ മുറിക്കണം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ മുറിക്കാം. അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്, ഒരു അംഗത്തിനുള്ള പുറപ്പാടാണ്. നമ്മൾ എന്തിനും തയ്യാറായിരിക്കണം, പ്രത്യേകിച്ച് നൈറ്റ് ഡ്യൂട്ടി. കാരണം ഇത്രയും സമയം നമ്മൾ ഉറങ്ങാതിരിക്കേണ്ട ഒരു ഇതും കൂടി ഉണ്ടല്ലോ. ടഫാണ്. നൈറ്റ് ആണെങ്കിലും കണക്കാണ്, ഡേ ആണെങ്കിലും കണക്കാണ്. പിന്നെ നമ്മുടെ ഉറക്കം നമുക്ക് ഇച്ചിരി ടഫാണ്. പിന്നെ ബസ്സിന് കയറി. ഇപ്പം എനിക്ക് ബസ്സിന് പോകാനും ഇഷ്ടമല്ല. പണ്ട് എനിക്ക് ബസ്സിന് പോകാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നേ. ഇപ്പം ആണെങ്കിൽ ഈ മഴയല്ലേ, മഴയത്ത് ഇതിങ്ങനെ അടച്ച്
പൂട്ടി കെട്ടി ഇങ്ങനെ പോകുമ്പോഴേ ഭയങ്കര എനിക്ക് അല്ലെങ്കിലേ ഈ ബസ് കയറുമ്പം പ്രശ്നമുള്ളതാണ്. ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരും. ചിലപ്പോൾ ഞാൻ ഛർദ്ദിച്ചില്ലെങ്കിലും ഇങ്ങനെ തോന്നും, ഇപ്പം ഛർദ്ദിക്കും ഇപ്പം ഛർദ്ദിക്കും. എൻ്റെ പൊന്നേ ഒരു വല്ലാതെ എനിക്ക് എന്നിട്ട് തലവേദനയൊക്കെ എടുക്കും. ഇപ്പം അതുപോലത്തെ ഒരു പ്രശ്നമുണ്ട്. കാരണം 2-3 വട്ടമായിട്ട് കയറിയപ്പം ഇതിങ്ങനെ അടച്ചു പൂട്ടി പോകുമ്പോഴേ മഴയൊന്നും ഇങ്ങനെ തുറന്നിടാൻ പറ്റിയല്ലോ. അപ്പോൾ ആണെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് ഒരു രീതിയിലാണുള്ളത്. അങ്ങനെ പിന്നെ അവിടെ പോയിട്ട് നൈറ്റ് ഡ്യൂട്ടീൻ്റെ ഫസ്റ്റ് ദിവസം എനിക്കൊരു കലാപരിപാടി ഉണ്ട്. അവിടെ പോയിട്ട് ക്യാൻറ്റീനിൽ നിന്ന് എനിക്ക് പത്തൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ പത്തൽ എന്നാണ് പറയാറ്. ആ ഒരു സംഭവം അതൊക്കെ കഴിക്കണം. അതാണ് ആകെ ഒരു സന്തോഷം. പിന്നെ രാത്രിക്ക് നമ്മൾ ചായ കുടിക്കാനൊക്കെ പോകും, പറ്റിയാൽ തിരക്കില്ലെങ്കിൽ. ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും നടക്കുകയില്ല, അപ്പോൾ അതൊന്നും പറ്റില്ല കേട്ടോ. പക്ഷെ ചായ കുടിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേനും ഒരുമാതിരി ഗ്യാസ് കയറിയല്ലോ. അപ്പോൾ അതൊക്കെ പറ്റിയാൽ നമുക്ക് കാണിക്കാം. അപ്പം ഇനി ചോറിനുള്ള പരിപാടിക്ക് നോക്കേണ്ട സമയത്താണ് ആ ഒരു ചെറുക്കൻ ചോക്ലേറ്റ് ഇരുന്ന് വീഡിയോ കണ്ടത്. അപ്പം ഞാനെടുത്ത് ചോക്ലേറ്റ് വിഴുങ്ങി. ഇനിയിപ്പം ചോറിൻ്റെ പരിപാടി നോക്കണം. ചോറും കറികളൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അപ്പം അത് കുറച്ച് കഴിഞ്ഞ് താങ്ങാം. ഇനി ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കുക, നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡ്യൂട്ടിയൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് സമയം കിട്ടുകയില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന് പറ്റുന്നില്ല. അപ്പോൾ പലവട്ടമായി നമ്മളിങ്ങനെ നിർത്തും, പിന്നെയും സ്റ്റാർട്ട് ചെയ്യും, പിന്നെയും നിർത്തും, പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഉയർച്ചയൊന്നുമില്ല. എന്നാലും ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ എടുക്കുന്ന സംഭവം എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് പണ്ട് ഞാനിങ്ങനെ ഒരു കോമഡി ടൈപ്പ് വീഡിയോസൊക്കെ ആയിരുന്നു. അതായത് കണ്ടൻറ്റ് ഇങ്ങനെ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതിനൊക്കെ നല്ല സമയം എടുക്കും. ഞാൻ രാത്രിക്കൊക്കെ കൊച്ചുള്ള സമയത്തായിരുന്നു, അന്നേരം ഞാൻ ഡ്യൂട്ടിക്ക് വന്നിട്ടായിരുന്നു. അപ്പോൾ കൊച്ചൊക്കെ കൊച്ചിനെ ഉറക്കിയിട്ട് ആണ് ഞാൻ നട്ടപ്പാതിരക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ സ്ക്രിപ്റ്റൊക്കെ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടാണ് ഞാൻ അവനെ ഉറങ്ങുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അത്രയ്ക്കും എനിക്ക് ഇഷ്ടമായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് നല്ല വ്യൂസും എല്ലാ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ഡ്യൂട്ടിക്ക് കയറിയപ്പോഴത്തേനും ഒരിക്കലും അത് നടക്കൂല. ഇപ്പോൾ ഇതുപോലത്തെ നോർമൽ വീഡിയോ എടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അതുപോലത്തെ വീഡിയോൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പറ്റുന്നില്ല. ഇങ്ങനെയെങ്കിലും എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ചില സമയത്ത് എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് തോന്നും. അല്ലാത്ത സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നേരം കിട്ടൂല. അപ്പം അങ്ങനെ പിന്നെ ഞാൻ അവരോടൊക്കെ വിചാരിച്ചു, എല്ലാ നേഴ്സുമാർക്കും അറിയായിരിക്കും ഈ നേഴ്സുമാരുടെ അങ്ങനെ ഹോസ്പിറ്റൽ ഫീൽഡിലുള്ളവരുടെ അവരോട് ചോദിച്ചാൽ അറിയായിരിക്കും. അവരുടെ ഓരോ ദിവസവും ഓരോരോ എക്സ്പീരിയൻസ് ആയിരിക്കും. അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം വലിയൊരു കഥ പറയാനുണ്ടായിരിക്കും. അന്നത്തെ ദിവസം മിക്ക ദിവസവും അങ്ങനെ ഒരു എന്തെങ്കിലും സംഭവിക്കും. ഇങ്ങനെ വലിയൊരു കഥ, വലിയൊരു സ്റ്റോറി ഉണ്ടായിരിക്കും അവർക്ക് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്കും ഓരോ ദിവസവും നമുക്ക് അത്രയും വലിയ എക്സ്പീരിയൻസ് ആട്ടോ, അത്രയും പേഷ്യൻസ്, അവരുടെ ഓരോരോ ഇതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അവരത്രയും ഇപ്പം ഞാൻ ICUലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സിനെ നോക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നമ്മളാണ് അവരുടെ കാര്യം മൊത്തം നോക്കുന്നത്. അപ്പോൾ അത്രയും നമുക്ക് അവരെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓരോരോ മനുഷ്യരെക്കുറിച്ചും അവരുടെ ഓരോ ലൈഫ് ഇതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ വലിയ വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അന്നേരം തന്നെ അടുത്ത വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു ഇതിൽ പറ്റുക കേട്ടോ. നമുക്ക് എന്ത് ചെയ്താലും നമ്മുടെ സമയം അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇതും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. നമുക്ക് ശ്രമിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടെങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹം തീർക്കും. അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചോറുണ്ണാം, അന്നേരം കാണിക്കാം കേട്ടോ. അങ്ങനെ ചോറൊക്കെ ചൂടാക്കി നമ്മൾ ഇത് നമ്മുടെ ഒഴുകാന്നാണ് നമ്മൾ പറയുന്നത്. ഒഴുക മീൻ വറുത്തതുണ്ട്, പിന്നെ ആണെങ്കിൽ പയർ മെഴുക്ക് പുരട്ടിയുണ്ട്, പിന്നെ ആണെങ്കിൽ നമ്മുടെ ബീഫ് കറിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചൂടാക്കി നല്ല അടിപൊളി. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഒഴുക വറുത്തതാട്ടോ. എൻ്റെ പൊന്നെ, എന്നെ ടേസ്റ്റല്ലേ, അടിപൊളിയാണ് ഒഴുക വറുത്തത്. അപ്പോൾ നമ്മൾ അതൊക്കെ
കഴിച്ചിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിശക്കുന്നില്ലായിരുന്നു. എന്നാ നമ്മൾ ആ ഒരു ചോക്ലേറ്റ് പോലത്തെ സംഭവം തിന്നുകൊണ്ട് പിന്നെ ഒരു ചടങ്ങല്ലേ ഇങ്ങനെ വേണ്ടാന്ന് വെക്കും, അതുകൊണ്ട് കുറച്ച് കഴിച്ചു. പിന്നെ ഒഴുക്ക് വറുത്തതുള്ളപ്പോൾ അത് നമ്മളിങ്ങനെ മിസ്സാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോറൊക്കെ ആസ്വദിച്ചുണ്ട് കേട്ടോ. അന്നേരത്തേനും പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അന്നേരത്തേനും പിന്നെ നമുക്ക് പോകാനുള്ള സമയമായി. എനിക്ക് നേരത്തെ പോയി മുടി മുറിക്കാൻ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് പറ, നമുക്ക് മടി പിടിച്ചു. ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കങ്ങ് ക്ഷീണമായി. പിന്നെ കുറച്ച് നേരം ഞാൻ വെറുതെ കുത്തിയിരുന്നു, ചുമ്മാ ഇങ്ങനെ കടന്നു. അന്നേരത്തേനും പിന്നെ നമുക്ക് പോകാനുള്ള സമയമായി. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് എന്നിട്ട് പാർട്ടി വെയറൊക്കെയാണ് ഇടുന്നത്, മറ്റേ പൃഥ്വിരാജ് പറയുന്നത് പോലെ പാർട്ടി വെയറൊക്കെയാണ് ഇന്ന് ഇട്ടേക്കുന്നത്. പിന്നെ എൻ്റെ അല്ലറ ചില്ലറ മേക്കപ്പൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഞാൻ കണ്ണെഴുതുകയും ചെയ്യും, ലിപ്സ്റ്റിക്ക് ഇടുകയും ചെയ്യും കേട്ടോ. അതാണ് എൻ്റെ മെയിൻ. അതില്ലാണ്ട് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പണ്ട് തൊട്ട് കണ്ണെഴുതുന്ന ഒരാളാണ്, സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട്. അപ്പോൾ ആണെങ്കിൽ അത് എഴുതാണ്ടിരുന്നാൽ എന്തോ പോലെയാണ്, എല്ലാവരും എന്നോട് ചോദിക്കും. അങ്ങനെയാണല്ലോ, കണ്ണെഴുതുന്ന ആൾക്കാർ കണ്ണെഴുതാതിരുന്ന എന്തോ ഒരു ലുക്കായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കണ്ണെഴുതി, പിന്നെ ആണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇട്ടു, ഒരു ക്രീം ഇട്ടു, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇതോടെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഇനി എത്രയും പെട്ടെന്ന് വെച്ച് പിടിക്കണം. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ലിപ്സ്റ്റിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പം അടിപൊളിയായിട്ട് സെറ്റാകും കേട്ടോ. അപ്പം ഞാൻ പാർട്ടി വെയറൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുവാണ്. അപ്പം എനിക്ക് ഈ ചുരിദാർ ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാനെപ്പോഴാണ് കുറേ നാളായി മേടിച്ചിട്ട്. അപ്പം അങ്ങനെ. പിന്നെ ഞാൻ ചെരുപ്പ്, ഇതിൻ്റെ ഒരു കല്യാണത്തിന് മേടിച്ച ചെരുപ്പ് കേട്ടോ. എൻ്റെ കല്യാണത്തിനല്ല, വേറൊരു കല്യാണത്തിന്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഞാൻ പാർട്ടി വെയറാണ്. ഞാൻ ഇതൊക്കെ ഇട്ട് പോകുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, ഇനി പാർട്ടി വെയറൊക്കെ ഇട്ട് എങ്ങോട്ടാണ്. ഇതാണ് നമ്മുടെ ബാഗ് കണ്ടാൽ തന്നെ തോന്നും ഞാൻ എവിടെയോ നാട് വിട്ട് പോകുമെന്ന്. അത്രയും വലിയ ബാഗാണ്. എല്ലാവരും എന്നോട് ചോദിക്കും എന്താണ് ഈ ബാഗിനകത്ത് ഇത്രമാത്രം സാധനങ്ങളെന്ന്. അപ്പം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. വെള്ളവും എൻ്റെ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. അപ്പം പിന്നെ നമ്മുടെ റെയിൻകോട്ട് ഇത്യാദി സാധനങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത് റെയിൻകോട്ട് വെക്കുമ്പോൾ തന്നെ ഒരു ബാഗ് ഫുള്ളാകും. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നോക്കിക്കോ, എന്തോരം റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കാണ് എൻ്റെ വീടുള്ളത്. അപ്പം മൊത്തം റബ്ബറിൻ്റെ ഇല മൊത്തം പൊഴിഞ്ഞ് റോഡ് കാണാൻ പറ്റുന്നില്ല. അതുപോലെ ഇല മൊത്തം പൊഴിഞ്ഞേക്കുവാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു 10 മിനിറ്റ് ഉണ്ട് ടൗണിലേക്ക്. അപ്പോൾ ഒന്നെങ്കിൽ ഓട്ടോയ്ക്ക് പോകണം, അല്ലെങ്കിൽ ഓട്ടോ എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ബസ് കിട്ടും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ നിർത്തി ആക്സിഡൻ്റ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ വെള്ളം ഒഴുകുന്ന ഈ സ്ഥലത്തൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മാതാവിൻ്റെ ഗ്രോട്ടോ ഒക്കെ കേട്ടോ. നമ്മളെപ്പോഴും പോകുമ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും അവിടെ നിന്നിട്ട്. പിന്നെ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഈ ഒരു മാതാവിൻ്റെ ഗ്രോട്ടയായിട്ട്. കാരണം നമ്മൾ പള്ളിയിൽ എല്ലാ ദിവസവും നമുക്ക് പോകാൻ പറ്റാറില്ലെങ്കിലും ഞാൻ എന്നും ഡ്യൂട്ടിക്ക് പോകുമ്പം കാണുന്നൊരു ഇതാണ് ഈ ഗ്രോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പണ്ട് നമ്മൾ ജനിച്ചപ്പം തൊട്ട് വീട്ടിൽ നിന്ന് എവിടെ പോയാലും ഈ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ് എപ്പോഴും. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി ഏകദേശം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് ബസ്സൊക്കെ തുറന്നിട്ടാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല, അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഇന്ന് എത്തി. അതാണ് ഇന്നത്തെ ഒരു ആശ്വാസമാണ്. അപ്പോൾ എനിക്ക് 7:30ക്കാണ് ഡ്യൂട്ടി തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് ചായ ഒന്നും കുടിക്കാണ്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു ചായയൊക്കെ കുടിക്കണം ക്യാൻറ്റീനിൽ നിന്ന്. പിന്നെ പത്തലുണ്ടെങ്കിൽ അത് കഴിക്കണം. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി പത്തലും ചായയും കണ്ടപ്പം. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ എടുത്താണ്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പഞ്ച് ചെയ്ത് പിന്നെ സൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ യൂണിഫോമിലേക്ക് നമ്മൾ കയറി. ഇനി അടുത്ത അംഗത്തിനുള്ള പുറപ്പാടാണ്. നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നൊരു 1.5 സംഭവമാണ്. ചില ദിവസം കുഴപ്പമില്ല, പക്ഷേ ചില ദിവസം അതികഠിനമായിരിക്കും. ഇന്ന് എന്താകുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഡ്യൂട്ടിക്ക് കയറാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നട്ടപ്പാതിരയ്ക്കൊരു സമയം കിട്ടിയപ്പം ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കേട്ടോ. അടിപൊളിയാണ്.
ഇതൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടിക്കിടയിലുള്ള ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അപ്പം അത്രയുള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.